എന്നാലും അവൻ എന്തോ പറ്റിയടാ? കൊച്ചുകൂടെ പെങ്ങൾക്ക് വിളിച്ചിട്ട് പറയുക റെഡിയാ, എനിക്ക് ട്രിപ്പിന് പോവാ. അതാ എനിക്ക് മനസ്സിലായത്. ഇന്നലെ 9:30 വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നേ. അതുകൊണ്ട് വരുന്നുണ്ട്. അളിയാ, തിരക്കിനിടയ്ക്ക് ഞാൻ വണ്ടി പൈസയൊക്കെ എടുക്കാൻ മറന്നുപോയി. നമുക്ക് ഇപ്പം തന്നെ കിടക്കണം. ഒരു നിമിഷം എനിക്ക് ഈ നാട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. എടാ പോവാ, നീ കാര്യം എന്തോന്ന് പറ. ഈ പെട്ടെന്ന് നീ ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഇന്നലെ പെണ്ണ് കാണാൻ പോയിട്ട് വലിയ പ്രശ്നം ഉണ്ടായത്. എടാ, പെണ്ണ് കാണാൻ പോയിടത്തൊന്നും ഒരു കുഴപ്പമില്ല. ആസ് യൂഷ്വൽ അത് വലിച്ചു അവിടുന്ന് മിച്ചം വന്ന മിച്ചം വാരിച്ചു ഞാൻ പോയിരുന്നു. അതൊന്നും അല്ല എൻ്റെ പ്രശ്നം. പിന്നെ എന്തോ നിന്റെ പ്രശ്നം? ഇന്നലെ രാത്രി 10 മണി വരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. 10 മണിയല്ല 10:30 വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. 10:30 ആയപ്പോൾ 2 അടിച്ചിട്ട് മനസമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങിയാൽ ഞാൻ. നേരം വെളുത്ത് ഉണർന്ന് ഞാൻ ഹാളിലോട്ട് ചെന്ന് നിൽക്കുമ്പോൾ കാണുന്ന ആരെയാ? ഒരു 10-21 വയസ്സുള്ള ഒരു പെങ്കൊച്ച്. നീ ഇപ്പം നിൽക്കുന്ന പോലെ കണ്ണു കുതിർച്ച് നിൽക്കുക. ഞാനും എനിക്ക് മനസ്സിലായില്ല ആരാന്ന്. ഉടനെ അവൾ എൻ്റെ നേരെ വന്നിട്ട് പറയാം, ചേട്ടാ ഡൈനിങ് ടേബിളിൽ ചായ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുടിക്കണേന്ന്. ആ പെണ്ണ് ഏതെന്ന് പറയടാ. ഇത് സ്വപ്നമാണോ ഇന്നലെ അടിച്ചിട്ട് പിടുത്തം വിടാത്തതാണോ? എനിക്കൊരു ഐഡിയയും കിട്ടിയില്ല. പിന്നല്ലേ എനിക്ക് കാര്യം മനസ്സിലായി. ഞങ്ങളുടെ വീട്ടിൽ ഈ പിറലാക്കം തിന്ന് മുകളെ ഏൽപ്പിച്ച് നടക്കുന്ന ഒരു ചെറുക്കയില്ലേ എൻ്റെ അനിയച്ചാരി. അവനെങ്ങാട്ടും ചാടിച്ചോണ്ട് വന്നാടാ ഒരു പെണ്ണെ. അവനോ? അവൻ കൊച്ചിറക്കല്ലേ? അവൻ്റെ പഠിച്ചോണ്ടിരിക്കുമല്ലേ? അവൻ്റെ പഠിത്തവൻ്റെ അവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എടാ, ഇവിടെ ഇത്രയും പ്രായമുള്ള ഞാൻ ഡെയിലി 3 നേരം ഗുളി കഴിക്കുന്ന പോലെ പെണ്ണ് കണ്ട് നടക്കുക. എന്നിട്ട് എന്നെക്കുറിച്ച് അവന് വല്ല ചിന്തയുണ്ടോ? ഈ മാന്യമാരെ മോത്തിയാനങ്ങ് നോക്കും. സൊസൈറ്റി ഞാൻ എങ്ങനെ ഇറങ്ങി നടക്കും? ശരി. അപ്പം അനിച്ചാരി പെണ്ണ് കിട്ടിന് പിണങ്ങിപ്പോല്ലേ? വേണ്ട വിഷ്ണു, ഒരുമാതിരി മനുഷ്യനെ മനസ്സിലാക്കാതെ സംസാരിക്കരുത്. എൻ്റെ സാഹചര്യത്തിൽ അത് നിങ്ങളോട് മനസ്സിലാക്കണം. ആ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ 6:00 വരുന്നു, കല്യാണത്തെക്കുറിച്ച് സംസാരിക്കുന്നു, അടുക്കള കാണലിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഇനി അവരുടെ അടുക്കള കാണാനും ഞാൻ അവിടെ നിന്നിട്ട് ഫ്രൈഡ് റൈസും ചിക്കനും മുളമെന്നാണ് നിങ്ങൾ പറയുന്നത്. അതുപോലെ അങ്ങോട്ട് എങ്ങാണ്ടൂന്ന് വന്നൊരു കളവൻ. ഞാൻ ഈ ബാഗ് എടുത്തുകൊണ്ട് ഇറങ്ങിയപ്പോൾ എന്നോട് ചോദിക്കുക വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോൾ കാരണം ഒരു ടൂർ പോവാണോ? ഞാൻ എന്തോ മറുപടി പറഞ്ഞു.